ദൈവത്തിൻ്റെ സന്ദേശം ദൈവജനത്തിലേക്ക് എത്തിച്ചത് മാലാഖമാരാണെങ്കിൽ ഇന്ന് സുവിശേഷം ലോകജനതയിലേക്ക് എത്തിക്കാൻ ഇതാ ഇന്നിൻ്റെ മാലാഖക്കൂട്ടം റേഡിയോ എന്ന മാധ്യമത്തിലൂടെ മാലാഖമാരുടെ റേഡിയോ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പയും ഒക്കെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. മീഡിയ ഇവാഞ്ചലൈസേഷൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയ ആവശ്യമാണ്. എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും, ഇന്ന് ഈ കാലഘട്ടത്തിൽ മീഡിയ ഒരുപാട് പാപികളെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, മീഡിയ നൗ സ്റ്റാൻഡ്സ് ഫോർ സിന്നേഴ്സ് ആൻഡ് സ്കാൻഡൽസ്. ഈ കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറയുകയുണ്ടായി, ഒരു മരം വെട്ടി താഴെയിടുമ്പോൾ ഒരുപക്ഷെ വലിയ ശബ്ദമുണ്ടാവും, പക്ഷെ ഒരു കാട് മുഴുവൻ വളരുമ്പോൾ ആ കാട്ടിലെ മുഴുവൻ മരങ്ങൾ വളർന്നാലും അതിന് ശബ്ദമുണ്ടാവണമെന്നില്ല. മീഡിയ പലപ്പോഴും ഒരു പാപത്തെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നന്മകൾ ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ള വലിയ ഒരു വസ്തുതയാണ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിളംബരം ചെയ്തത്. എന്നും എപ്പോഴും കൂട്ടുകൂടാൻ ദൈവം തന്നൊരു സമ്മാനം. റേഡിയോ ആഞ്ചലോസ്, റേഡിയോ ആഞ്ചലോസ്, വോയിസ് ഫ്രം ഹെവൻ. റേഡിയോ ആഞ്ചലോസ് യുവജനങ്ങളുടെ 21-ാം നൂറ്റാണ്ടിലെ ഒരു ഇനീഷ്യേറ്റീവ്. വചനം ലോകത്തിലെ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാൻ ഈശോയുടെ യുവജനങ്ങൾ തയ്യാറാകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ വചനം നൽകുകയുണ്ടായി. ആ മാലാഖ ഒരു പ്രതീകമാണ്. ദൈവവചനം സംഭവിക്കുന്നവരും പറയുന്നവരും ദൈവദൂതന്മാരാണ്. ആ രീതിയിൽ ഇന്നിൻ്റെ മക്കൾ, യുവജനങ്ങൾ പലരും വഴിപിഴച്ചു പോയി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒത്തിരി യുവജനങ്ങൾ ഈശോയിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഇതാ വചനപ്രഘോഷണം നടത്തുന്നു. ഒരു കൊച്ചുമുറിയിലിരുന്നു കൊണ്ട് ലോകം മുഴുവൻ അവർ വചനമെത്തിക്കുകയാണ്. ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മാതൃകയാണിത്. പല തെറ്റായ രീതിയിലും അഡിക്ഷനോടുകൂടിയുമൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതാ ഈശോയുടെ മക്കൾ ലോകത്തിന് മുഴുവൻ സ്നേഹസന്ദേശം പകരുവാനായിട്ട് പരിശ്രമിക്കുന്നു. നഗതാരിൽ നീ സ്നേഹമായി നിറയൂ, ഇരുളടഞ്ഞോരൻ വഴികളെ ദീപ്തമാക്കിയിടൂ. അതൊരു മനസ്സിനേറ്റ മുറിവുകൾ സൗഖ്യമാക്കിയിടും. ഓക്കെ. മനസ്സിനേറ്റ മുറിവുകൾ സൗഖ്യമാക്കിയിടൂ. മൃദുലമാം ഇളം കാറ്റുപോലെ എന്നെ തഴുകിയിടും. മൃദുലമാമിളം കാറ്റുപോലെ എന്നെ തഴുകിയിടൂ. റേഡിയോ ഏഞ്ചലോസ് എന്ന പേരിൽ 2015 ആരംഭിച്ച ഇന്റർനെറ്റ് കാത്തലിക് റേഡിയോ തൃശൂർ അതിരൂപതയിലെ യുവജനങ്ങളുടെ മാധ്യമ ശുശ്രൂഷ വേദിയായി വളരുകയാണ്. ധന്യയും ഫിബിനും പ്രാർത്ഥനാപൂർവം ഈശോയ്ക്ക് സമർപ്പിച്ച ഈ പ്രസ്ഥാനം അനേകം യുവജനങ്ങൾക്ക് ബൈബിൾ പഠിക്കാനും പഠിച്ച വചനങ്ങൾ
സർഗാത്മകമായി ആവിഷ്കരിക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും പ്രചോദനമേകുന്നു. ജനുവരി 23, 2015 വേൾഡ് കമ്മ്യൂണിക്കേഷൻസ് ഡേയിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇൻ്റർനെറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഇൻ്റർനെറ്റ് എന്നത് ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനമാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. യങ് പീപ്പിൾ, യുവജനങ്ങളെ ഒരുപാട് അത് സഹായിക്കുകയും അതുപോലെ തന്നെ അത് നശിപ്പിക്കാനും അതിന് കഴിവുണ്ട് എന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ലോകത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയമാണ് ഇൻ്റർനെറ്റിലൂടെ ലോകം ഒരുപാട് പാപങ്ങളിലേക്ക് പോകുന്നു. വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒരുപാട് യുവജനങ്ങൾ അകന്നു പോകുന്നതിന് ഒരു മുഖ്യ കാരണം ഇൻ്റർനെറ്റ് ആണ് എന്നുള്ളത്. പക്ഷേ അതേസമയം ലോകത്തിൻ്റെ പല ഭാഗത്തും, പ്രത്യേകിച്ച് കത്തോലിക്ക രാഷ്ട്രങ്ങളിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, സുവിശേഷത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഒരുപാട് നല്ല ഇനീഷ്യേറ്റീവ്സ് യുവജനങ്ങളിൽ നിന്ന് കടന്നു വരുന്നു. അതിൽ 90% ഇൻ്റർനെറ്റ് ബേസ്ഡ് ആണ് എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമാണ്. മാലാഖമാരുടെ റേഡിയോ എന്ന് പറയുന്ന മനോഹരമായ ഒരു കോൺസെപ്റ്റിൽ നിന്ന് റേഡിയോ ആഞ്ചലോസ് എന്ന പേരിൽ രൂപപ്പെടുത്തിയ ഈ മനോഹരമായ ഇനിഷ്യേറ്റീവ് അതിൽ ഒന്നാണ്. ജീസസ് യൂത്ത് എന്ന മൂവ്മെൻറ്റിലൂടെ വളർന്നു വന്ന് ഫുൾ ടൈമേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്ത് പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ സ്വരം എത്തിച്ച ഈ മക്കൾ, അവരുടെ ആ ഇനീഷ്യേറ്റീവ് ഇന്നും ആ ഫുൾ ടൈമർഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ആ ഫുൾ ടൈമർഷിപ്പിൻ്റെ കാലഘട്ടം കഴിഞ്ഞുവെങ്കിൽ കൂടെ അത് ജീവിതത്തിൽ അവർ അടുത്തൊരു പടിയിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. അതാണ് റേഡിയോ ആഞ്ചലോസ്. ധന്യയെയും ഫിബിനെയും കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഈ സമയങ്ങളിൽ ഏറ്റവും നന്ദിയോടെ തന്നെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഈ റേഡിയോ ആഞ്ചലോസ് കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു മനോഹരമായിട്ടുള്ള കാര്യമുണ്ട്. സാധാരണ RJ എന്ന് പറയുമ്പോൾ തൻ്റെ വ്യക്തിത്വം കൂടുതൽ പ്രകടമാക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ഒരുപാട് കടന്നു പോകുന്നത് ഞാൻ ഇൻ്റർനെറ്റ് റേഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ റേഡിയോ ആഞ്ചലോസ് കേൾക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നും കർത്താവിനെയാണ്, കർത്താവിൻ്റെ സുവിശേഷത്തെയാണ്. ആ വ്യക്തികളിലേക്കുള്ള സ്വാധീനം തീരെ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട മനോഹരമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ലോകം ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന പല സബ്ജക്റ്റുകളും ലോകത്തിൽ ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് റേഡിയോ ആഞ്ചലോസ് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നു. തീർച്ചയായും എനിക്ക് പറയാൻ പറ്റും, ഇന്നത്തെ കാലഘട്ടത്തിൽ റേഡിയോ ആഞ്ചലോസ് ഈസ് എ ബിഗ് ബ്ലെസ്സിങ്. യുവത്വം മാനവകുലത്തിന് വേണ്ടി ഹോമിച്ച ഈശോയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയ ധന്യയുടെ ദൈവാനുഭവം തീക്ഷ്ണമാണ്. റേഡിയോ ആഞ്ചലോസ് ഞങ്ങൾ യൂത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ് എന്നറിയപ്പെടുമ്പോൾ എനിക്ക് ആദ്യം തന്നെ തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഞങ്ങളുടെ ഇനീഷ്യേറ്റീവ് അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ് എന്നുള്ളതാണ്. കാരണം റേഡിയോ ആഞ്ചലോസിൻ്റെ ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈശോ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് ഞങ്ങളുടെ ഐഡിയ, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊന്നുമല്ല. പക്ഷേ കർത്താവ് ഞങ്ങളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത്. ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞ് ലൈഫ് സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ഈ ഒരു വിളി എപ്പോഴും കേൾക്കാൻ സാധിച്ചിരുന്നു. ഞാനെപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും, പള്ളിയിൽ പോയി ബൈബിൾ എടുത്ത് തുറന്ന് നോക്കിയാലും, എപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന ബൈബിൾ എടുത്താലും ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കോട്ട്സാണ് എനിക്ക് കിട്ടാറ്. എനിക്ക് വേണ്ടി പോവോ, അതുപോലെ മറിയം ആൻസർ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഈശോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കോള് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ ലൈഫ് സെറ്റിൽ ചെയ്യണോ, ജോലി കിട്ടണോ, എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി വേല ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു കോൾ ഉള്ളിൽ തോന്നിയിരുന്നു. ധന്യയുടെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടത്. ഒന്ന്, അവൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടരുത്. കാരണം ഈ കൊച്ചു പ്രായത്തിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോകവുമായിട്ടുള്ള ആ ബന്ധത്തിൽ അടിച്ചു പൊളിച്ച് അവളുടെ ഭാവി ജീവിതം നശിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മറ്റൊന്ന് ആവശ്യപ്പെട്ടത്, ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ ഫുൾ ടൈമറായിട്ട് അവൾ 1 വർഷം അവൾ കർത്താവിന് വേണ്ടി സേവനം ചെയ്യണമെന്നുള്ളതാണ്. ഈ രണ്ട് പ്രാർത്ഥനകളും കർത്താവ് യഥാവിധി കേട്ടു. പക്ഷേ ആദ്യത്തെ എൻ്റെ പ്രാർത്ഥന പ്ലേസ്മെൻറ്റ് കിട്ടരുത് എന്നുള്ളത്, പക്ഷേ കർത്താവ് അവളുടെ കഴിവ് മാനിച്ചുകൊണ്ട് അവൾക്ക് ആ പ്ലേസ്മെൻറ്റ് കൊടുത്തു. പക്ഷേ അതിന് മുന്നേ തന്നെ ആ ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ ഫുൾ ടൈമറായിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനം അവൾ എടുത്തതുകൊണ്ട് ആ കിട്ടിയ പ്ലേസ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് അങ്ങനെ തായ്ലൻഡിലേക്ക് 1 മാസത്തെ ട്രെയിനിങ്ങിന് പോയി തിരിച്ചു വന്ന്
സൗത്ത് സുഡാനിലേക്ക് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി പോകുന്നത് തന്നെ ജീസസ് യൂത്തിൻ്റെ. എങ്കിലും വളരെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അറിയാമെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവളെ തയ്യാറാക്കി ഞങ്ങൾ സൗത്ത് സുഡാനിലേക്ക് വിട്ടു. സുഡാനിൽ ചെല്ലുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈശോയെക്കുറിച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഡോൺ ബോസ്കോയുടെ തന്നെ. അപ്പോൾ അവിടെ ഒരു ന്യൂ ഇയർ തൊട്ട് എൻ്റെ അടുത്ത് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഞാൻ ആ ന്യൂ ഇയറിൽ ജാനുവരി 2013 തൊട്ട് അവിടുത്തെ റേഡിയോയിൽ, സുഡാനിലെ ഒരു FM റേഡിയോയിൽ ഞാൻ ഒരു വീക്ക്ലി പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രോഗ്രാം അവതരിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മീഡിയയുടെ ഒരു ഔട്ട്റീച്ച്. ഇവിടെ വന്നപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഈ കർത്താവിന് വേണ്ടി ഒരു പുതിയ മേഖല എനിക്ക് പ്രവർത്തിക്കാനായിട്ട് ദൈവം തുറന്നു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ മേഖലയിലേക്ക് കടക്കണമെന്ന് പറഞ്ഞു. അത് അവളുടെ മനസ്സിലെ ഐഡിയ FM റേഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിലവുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഓൺലൈൻ റേഡിയോ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ റേഡിയോ ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കാനുള്ള ഒരു ആശയമാണ് അവൾ എൻ്റെ മുന്നോട്ട് വെച്ചത്. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ എന്താഗ്രഹിച്ചുവോ അത് തന്നെ അവളിൽ നിന്ന് എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16:15 പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ സുവിശേഷ പ്രഘോഷ അനവധി മാർഗങ്ങളിലൂടെ അനവധി പേര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അതിർത്തി വരെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പേഴ്സൺ നമുക്ക് ലോകത്തിൻ്റെ അതിർത്തിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഈ ഇൻ്റർനെറ്റ് റേഡിയോയിലൂടെ ലോകത്തിൻ്റെ അതിർത്തിയിലേക്ക് വരെ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമല്ലോ എന്നുള്ളതായ ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ കടന്നു വന്നപ്പോൾ ഏതറ്റം വരെ വേണമെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറായിട്ട് ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജീസ് യൂത്ത് പരിപാടിയുടെ ഇടയ്ക്ക് വെച്ച് ഫിബിൻ ചേട്ടനെ ഞാൻ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഫിബിൻ ചേട്ടൻ ഇതേ ആശയം തന്നെ ഒരുപാട് നാൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കുറച്ചും കൂടിയും ടെക്നിക്കൽ സൈഡ് അതിൻ്റെ അറിയാം. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ആശയങ്ങൾ പങ്കുവെച്ചു. അപ്പോൾ ഫിബിൻ ചേട്ടൻ്റെ ആശയങ്ങൾ പങ്കുവെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ദൈവം ഇതിലെന്തോ ആഗ്രഹിക്കുന്നുണ്ട്, ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യണം, മൂവ് ഫോർവേഡ് ചെയ്യണം എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം എന്ന്. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈശോയുടെ അടുത്തൊരു യെസ് പറഞ്ഞു. ഈശോയെ, ഞങ്ങൾ റെഡിയാണ്, ഈശോ എങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ഈശോ ഉപയോഗിച്ചു. ജീവിതം ഈശോയ്ക്ക് കാഴ്ചയായി സമർപ്പിക്കാൻ ധന്യ തയ്യാറായപ്പോൾ ധന്യയുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട പോലെ കൈവിട്ടുപോയ ജീവിതം തിരിച്ചു കിട്ടാൻ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഫിബിൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും എത്രയോ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ളത്, ആ ഒരു തിരിച്ചറിവ് ഒരു വലിയ ഭാഗ്യമാണ്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായത് 2010 ഓഗസ്റ്റിലാണ്. ശരിക്കും ഒരുപാട് പാവങ്ങളും ഈ തിന്മ നിറഞ്ഞ ഈ ലോകത്തിലൊക്കെ വളരെയധികം ജീവിച്ച് പോയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷേ ഒരു സന്ദർഭത്തിൽ എൻ്റെ ജീവിതത്തെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമുണ്ടായപ്പോൾ തിരിച്ചു നടക്കാനുള്ളൊരു മോഹം എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ഒരു ധ്യാനത്തിന് പോവുകയും ആ ധ്യാനത്തിൽ നിന്ന് ശരിക്കും വലിയൊരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു രോഗശാന്തിയോ ഒന്നുമല്ല എനിക്ക് കിട്ടിയത്. നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ പറ്റി. എൻ്റെ എല്ലാ പാപങ്ങളും, ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റുപറയാനൊക്കെ പറ്റിയപ്പോൾ എനിക്കൊന്ന് നന്നായി കരയാൻ പറ്റി. എൻ്റെ ഹൃദയത്തിലെ എല്ലാ അഴുക്കുകളും എല്ലാ മാലിന്യങ്ങളും അതിലൊലിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് ഈശോ എങ്ങനെ ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. 91 സങ്കീർത്തനത്തിലൂടെ ഈശോ പറഞ്ഞത് എങ്ങനെയായിരുന്നു? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ശരിക്കും എൻ്റെ ജീവിതത്തിൽ വളരെയധികം ടച്ച് ചെയ്ത ഒരു വാക്കാണ്. കാരണം എൻ്റെ യോഗ്യതകളല്ല, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ ഈശോയുടെ നാമം ഞാൻ അറിയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം, ഒരൊറ്റ കാരണത്താൽ ഈശോ എന്നെ കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വളർത്തി വലുതാക്കാൻ, ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു മകനാക്കി മാറ്റാനൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിവുണ്ടായപ്പോൾ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി ഇനി എങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോൾ എങ്ങനെയാണത് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല, ഏത് രീതിയിൽ പോകണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു.
അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്ന ഈ ഒരു മീഡിയ ഇവാഞ്ചലൈസേഷൻ എന്നുള്ളൊരു ചിന്ത, റേഡിയോ, ടി വി, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എങ്ങനെ നമുക്ക് ഒരു കർത്താവിൻ്റെ നാമത്തെ, കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് ഇരിക്കുന്ന സമയത്താണ് ഒരു റേഡിയോ എന്നുള്ളൊരു ചിന്ത, ഒരു ആശയം മനസ്സിലേക്ക് കയറി വരുന്നത്. ഏകദേശം ഒരു 6 കൊല്ലത്തിന് മുൻപാണ്. പക്ഷേ ഒരു റേഡിയോ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനുള്ള ടെക്നിക്കൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വലിയ സജ്ജീകരണങ്ങൾ തന്നെയൊക്കെ അതിന് വേണം. പക്ഷേ അതിനൊന്നുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ഒരാഗ്രഹം മാത്രമാണ്. അപ്പോൾ അതിനെങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയില്ല. അതിനുശേഷം ഞാൻ ജി.എസ് യൂത്ത് എന്ന മൂവ്മെൻറ്റിലേക്ക് കടന്നു വന്നു. അവിടെ പരിചയപ്പെട്ട ധന്യ എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി, ധന്യ സൗത്ത് സുഡാനിലൊക്കെ പോയി അവിടെ ഒരു മിഷനൊക്കെ ചെയ്ത്, അവിടെ മിഷൻ ഇതായിരുന്നു, ഒരു FM സ്റ്റേഷനിൽ ധന്യയ്ക്ക് പ്രവർത്തിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ ധന്യയുടെ ഒരു പ്രാവശ്യം ധന്യയുടെ ഒരു ചെറിയൊരു സെഷൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി നമുക്ക് പറ്റുന്ന ഒരാളാണ് എന്ന് തോന്നി. ഞാൻ ധന്യയോട് എൻ്റെ ആശയങ്ങൾ സംസാരിച്ചു. അപ്പോൾ ധന്യ വളരെയധികം സന്തോഷത്തോടു കൂടെ കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ വന്നു. പിന്നീട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ധന്യയ്ക്കും, ധന്യ പറയുന്ന കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കാനൊക്കെ സാധിച്ചപ്പോൾ എങ്ങനെ ഇതിനെ ഡെവലപ്പ് ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഓൺലൈൻ റേഡിയോ, അതായത് വളരെ മിനിമം ബഡ്ജറ്റിൽ ഒരു ചെറിയ തുകയിൽ എങ്ങനെ നമുക്ക് ഇവാഞ്ചലൈസേഷൻ്റെ ഈ ഒരു സാധ്യത ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഓൺലൈൻ റേഡിയോ എന്നുള്ളൊരു ആശയം ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അങ്ങനെയാണ് റേഡിയോ ആഞ്ചലോസ് എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ റേഡിയോയുടെ പിറവി. എന്നും എപ്പോഴും കൂട്ടുകൂടാൻ ദൈവം തന്നൊരു സമ്മാനം. റേഡിയോ ആഞ്ചലോസ്, റേഡിയോ ആഞ്ചലോസ്, വോയിസ് ഫ്രം ഹെവൻ. 2015 റേഡിയോ ആഞ്ചലോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സീസണൽ പ്രോഗ്രാംസ് വെച്ചിട്ടാണ്. ന്യൂ ഇയർ സ്പെഷ്യൽ പ്രോഗ്രാംസ്, അതുപോലെ ലണ്ടനും ഹോളി വീക്ക്, ഈസ്റ്റർ, ക്രിസ്മസ്, ഓണം അങ്ങനെയുള്ള തുടങ്ങിയ സീസണൽ ടൈമിലാണ് ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് സ്റ്റുഡിയോ സെറ്റ് ആവുന്നതും അങ്ങനെ കുറച്ച് റിസോഴ്സിനൊക്കെ അറേഞ്ച് ചെയ്ത് കിട്ടുന്നതും. അപ്പോൾ 2016 റേഡിയോ ആഞ്ചലോസ് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞങ്ങളെടുത്തൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാം റേഡിയോയിലൂടെ പോകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസോഴ്സിനൊക്കെ പാക്ക് ചെയ്തു, ഓരോ പ്രോഗ്രാം ഓരോ റിസോഴ്സിന് കൊടുത്തു. അങ്ങനെ 2016 തൊട്ട് എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാംസ് ഇപ്പോൾ റേഡിയോയിലൂടെ പോകുന്നുണ്ട്. സ്വന്തം പദവിയും ആരോഗ്യവും നോക്കാതെ രോഗികളെ പരിചരിക്കാനായിട്ട് മുന്നോട്ട് വന്ന ഡോക്ടർ വി ശാന്ത ലോകത്തിനെന്നും ഒരു മാതൃക തന്നെയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ആഞ്ചലോസിൽ ഗുഡ് ന്യൂസ് ആണ്. ഞാൻ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം അനീനയാണ്. ഗുഡ് ന്യൂസ് എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല വാർത്തകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ പേപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ന്യൂസുകളാണ് കാണാറ്. അതിൽ നിന്ന് നല്ല വാർത്ത എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതേപോലെ നല്ല വാർത്തകൾ എടുത്തിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന നന്മകൾ കാണുമ്പോൾ എനിക്കും തോന്നാറുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന നന്മകൾ എനിക്ക് ചെയ്താലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു RJ ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ റേഡിയോ ആഞ്ചലോസിനെ പറ്റി കേൾക്കുന്നതും ഇവിടെ വന്ന് അന്വേഷിക്കുന്നതും. റേഡിയോ ആഞ്ചലോസിനെ പറ്റി കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് താല്പര്യമായി. ഞാൻ BCom സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിലാണ് ഞാനിവിടെ വരുന്നതും എൻ്റെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നതും. ഡിവൈൻ മേഴ്സി അൺലിമിറ്റഡ് ഈ ഒരു വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന അസാധാരണമായ കാരുണ്യ വർഷമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിന് ഏറ്റവും കൂടുതൽ എത്തിക്കാൻ പറ്റുന്നൊരു മെസ്സേജ്, ആ ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഈ ഡിവൈൻ മേഴ്സി അൺലിമിറ്റഡ് എന്ന പ്രോഗ്രാം. നമ്മൾ ഈ പ്രോഗ്രാം പലപ്പോഴും എഴുതാനിരിക്കുമ്പോൾ നമ്മുടെ ഒരു ആശയവും നമ്മുടെ ഒരു ചിന്തകളൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങും. പക്ഷേ ദൈവത്തിന് ഇതൊന്നുമല്ല വേണ്ടേ. കാരണം നമ്മൾ പേന വെച്ച് എഴുതാൻ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കില്ല നമ്മൾ പിന്നീട് എഴുതി വരുന്നത്. തീർച്ചയായിട്ടും അത് വേറൊരു ആശയത്തിലേക്കായിട്ട് മാറി കാണും. അതൊരിക്കലും നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് പോകുന്നില്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ ഒരു പ്രോഗ്രാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നൊരു പ്രോഗ്രാമാണെന്ന്. ഞാൻ പലപ്പോഴും വീട്ടിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് എന്താണ് ദൈവത്തിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫിബിൻ ചേട്ടൻ എന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോമനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു റേഡിയോ ചെയ്യുന്നുണ്ട്, നിനക്ക് അവിടെ വെറുതെ വന്നിരിക്കാൻ പറ്റുമോ. ഞാനിവിടെ വെറുതെ വന്നിരിക്കുമ്പോഴത്തേക്കും
പ്രോഗ്രാം ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും അവിടെ വന്നിരിക്കുമ്പോൾ ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് പ്രോഗ്രാമുകൾ ഏൽപ്പിച്ച് ഞാൻ പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുമായിരുന്നു. ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് സുവിശേഷവൽക്കരണം നടത്താമെന്നുള്ള ഒരു കാര്യം. റേഡിയോ ആഞ്ചലോസിൻ്റെ ഏത് പ്രോഗ്രാം ആണെങ്കിലും, ഇപ്പോൾ ഗുഡ് ന്യൂസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഡിവൈൻ മേഴ്സി അൺലിമിറ്റഡ് ആണെങ്കിലും, മെയ്ഡ് ഓഫ് ദ ഹാൻഡ് മെയ്ഡ് ആണെങ്കിലും, ലിറ്റിൽ ബഡീസ് ആണെങ്കിലും, റിവൈൻഡ് ആണെങ്കിലും, ഏതാണെങ്കിലും അത് അവരോടൊപ്പം ആയിരിക്കുമ്പോൾ ഒരു സുഖവും അവരോടൊപ്പം നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യത്യസ്തതയും അത് വളരെ പ്രകടമാണ്. ഈശോ നമുക്ക് ദാനമായി തന്ന ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ റേഡിയോനെ കുറിച്ച് ആദ്യമായിട്ട് അറിയണത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഓരോരുത്തരും ഈശോയിൽ എത്രമാത്രം കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്ന് എനിക്ക് തോന്നി. പിന്നീട് ഞാനിവിടെ വന്ന് പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി. അപ്പോൾ എന്നിലേക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് അപ്പോൾ വന്നു തുടങ്ങുമായിരുന്നു. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാനത് എന്നിൽ പ്രാവർത്തികമാക്കിയാൽ അത് മറ്റുള്ളവരിലേക്ക് എത്രമാത്രം എത്തും എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഇതുവരെ ഇവിടെ വന്ന് സർവീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കിതുവരെ എൻ്റെ ലൈഫിനൊന്നും അത് എഫക്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ പഠനത്തിന് അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് കൂടുതൽ സഹായമായിട്ടുള്ളൂ. എൻ്റെ ലൈഫിൽ ഈശോ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി. ഫസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് റേഡിയോ ഏഞ്ചലോസ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്കും ആദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായത് ആക്ച്വലി ഒരു സ്പാർക്കാണ്. കാരണം റേഡിയോയിലൂടെ നമ്മൾ ദൈവത്തെ കൊടുക്കുക എന്നൊരു കാര്യം എനിക്ക് കിട്ടിയത് റിവൈൻഡ് എന്നുള്ള പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ ഓരോ ആഴ്ചയിലെയും നമ്മുടെ ഒരു ജീവിതത്തെ ഒന്ന് റിവൈൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിനു വേണ്ടി തന്നെ നമ്മൾ ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്നില്ല. നമുക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് ടൈം നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരുപാട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നിട്ടാണ് ഞാൻ ആക്ച്വലി സൺഡേ മാത്രം ഈ പ്രോഗ്രാം ചെയ്യുക. Praise the Lord, Ave Maria. I'm so happy to talk about Radio Angelos. I'm really a fan of Radio Angelos myself because we are having a lot of spirit-filled, grace-filled programs. And few months back they contacted me and they asked me whether I could do a talk show for them. And talking about Jesus and Mary, I could never say no. So we are doing this beautiful program called Maid of the Handmaid. Isn't that a wonderful thing to be the maid of the handmaid of the Lord, who is Mother Mary? So I really wish and I request each and every one of you to log into radioangelos.org and listen to these various programs and be blessed and be a blessing for many. You are my strength when I am weak. You are the treasure that I see. You are my all in all. ഹായ്. റേഡിയോ ക്ലാസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു ന്യൂ ജനറേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒത്തിരി വാക്കുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കർത്താവിനെ എങ്ങനെ പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതിയിൽ കൊടുക്കുന്നു. വചനം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങൾ പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതിയിലാണ് കൊടുക്കേണ്ടതെന്ന്. ഒരിക്കലും നമ്മുടെ പഴയ കാലഘട്ടത്തിലുള്ള രീതികളല്ല ഒരിക്കലും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോനെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. പലപ്പോഴും ഞാനൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ മീഡിയാസിലൂടെയും ടാലൻറ്റിലൂടെയൊക്കെ കർത്താവിന് ഒരുപാട് പ്രഘോഷിക്കുന്ന ഒരുപാട് ആഗ്രഹമുണ്ട്. റേഡിയോ അതിന് നല്ല പറ്റിയൊരു അവസരമാണ്, അതിന് പറ്റിയൊരു വേദിയാണ്. വൈവാഹിക അന്തസ്സിലെത്തിച്ചേർന്നപ്പോഴും ധന്യയുടെ ദൈവവിളിക്ക് കൂടുതൽ ഉറപ്പേകുന്ന വ്യക്തിത്വമായിരുന്നു ജീവിത പങ്കാളിയായ വിജു വിൻസെൻ്റ്. പ്രാർത്ഥനകളോടെ തൻ്റെ പ്രിയതമയ്ക്ക് പരിപൂർണ പിന്തുണ നൽകുന്ന വിജോ റേഡിയോ ഏഞ്ചലോസ് ദൈവദാനമായി കരുതുന്നു. കർത്താവിന് വേണ്ടി ഇത്രയും നല്ല രീതിയിൽ ദൈവവചനം പ്രഘോഷിക്കാനായിട്ടുള്ള ഒരു മീഡിയ ഞങ്ങളുടെ കഴിവും റിസോഴ്സും വെച്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മീഡിയ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ വർക്കിങ്ങിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതനുസരിച്ച് എനിക്ക് ഈ റേഡിയോയിൽ ഫുൾ ടൈം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്നതും ഞാനത് ശ്രമിക്കുന്നുണ്ട്. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനും റേഡിയോ ഏഞ്ചലോസ് എന്ന കൂട്ടായ്മയുടെ പ്രവർത്തനം
പ്രവർത്തനത്തിന് നവ്യമായ അനുഭൂതി നിലനിർത്തുവാൻ വ്യത്യസ്തമായ വഴികളാണ് ധന്യയും ഫിബിനും കണ്ടെത്തുന്നത്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ചർച്ച, ഒന്നിച്ചുള്ള വിനോദയാത്ര എന്നതെല്ലാം ഇതിനൊരു ഉദാഹരണം മാത്രം. എന്നും എപ്പോഴും കൂട്ടുകൂടാൻ ദൈവം തന്നൊരു സമ്മാനം റേഡിയോ ആഞ്ചലോസ് വോയിസ് ഫ്രം ഹെവൻ. ആദ്യം കുറച്ച് നാൾ മനസ്സിലിട്ട് അങ്ങനെ ജസ്റ്റ് വേർഡ്സൊന്നും ഉള്ളിലേക്ക് കയറാനായിട്ട് ഇരുന്ന് കുറച്ച് നാൾ പ്രയർ ചെയ്തു. ഇതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ഒത്തിരി പ്രയർ പിന്നെ നടക്കുന്നതായിരുന്നു എനിക്ക് ഉറപ്പാണ്. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് അങ്ങനെ ട്യൂണൊന്നും വരുന്നില്ല, എന്നാലും പ്രാർത്ഥിച്ച് പിയാനോയും കീബോർഡൊക്കെ വെച്ച് ഞാനിരുന്നു. പിന്നെ ആ വേർഡ്സിൽ എന്നും എപ്പോഴും കൂട്ടുകൂടുന്നതിൻ്റെ ഒരു സൗഹൃദം, അപ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു ഇതൊക്കെ അതിൽ വരണം. അതുപോലെ ദൈവം തന്നൊരു സമ്മാനം, ദൈവത്തിൻ്റെ ആ ഒരു ഗ്രേസ്, സമ്മാനം തരുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു നന്ദി, അതൊക്കെ മനസ്സിൽ കൊണ്ടുവന്നു. അതുപോലെ റേഡിയോ ആഞ്ചലോസ് എന്ന് പറയുമ്പോൾ, റേഡിയോ എന്ന് പറയുമ്പോൾ ഒരു ടെക്നോളജിക്കൽ സാധനമാണ്, അതിൻ്റേതായൊരു യൂണിക്നെസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഏഞ്ചലോസ് എന്ന് പറയുമ്പോൾ മാലാഖമാരുടെ ഒരു ഇതാണ്. അപ്പോൾ അത്രയൊക്കെ അതൊക്കെ മനസ്സിൽ ഓർത്ത്, ഓരോ വേർഡ്സും മനസ്സിൽ ഓർത്തുകൊണ്ട് ചെയ്തു, പ്രാർത്ഥിച്ചിട്ട് തന്നെ ചെയ്തു. എന്നും എപ്പോഴും കൂട്ടുകൂടാൻ ദൈവം തന്നൊരു സമ്മാനം. വ്യത്യസ്തമാർന്ന പ്രോഗ്രാമുകളുമായി കൂടുതൽ യുവജനങ്ങളെ ദൈവം റേഡിയോ ഏഞ്ചലോസിന് നൽകുമെന്ന് ധന്യയും ഫിബിനും പ്രതീക്ഷിക്കുകയാണ്. മാലാഖമാരുടെ റേഡിയോയിലൂടെ സുന്ദരമായ വിശേഷങ്ങൾ ആവിഷ്കരിക്കുവാൻ. എന്നും എപ്പോഴും കൂട്ടുകൂടാൻ